സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയായി ഉറപ്പിച്ചു. ഇനി നമ്മൾക്കറിയേണ്ടത് നിലമ്പൂർ അങ്കത്തട്ടിൽ ആര് വാഴും ആര് വീഴും എന്നതാണ്. നിലവിലെ കേരളത്തിൻ്റെ LDF ഭരണ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു ബാലികേറ മലയല്ലെങ്കിലും PV അൻവർ തൊടുത്തുവിട്ട രാഷ്ട്രീയ പ്രതിസന്ധികൾ അല്പം മണിക്കൂറെങ്കിലും രൂക്ഷമായിരുന്നു. VS ജോയിയെ മുൻനിർത്തി അൻവർ കരുക്കൾ നീക്കാൻ സമ്മർദ്ദം ചെലുത്തി രംഗത്ത് വന്നപ്പോഴും കോൺഗ്രസ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്ന് അൻവറെ തള്ളുകയായിരുന്നു. ഇന്ന് എറണാകുളത്ത് നടന്ന KPCC നേതൃയോഗത്തിലാണ് കോൺഗ്രസ് നിർണായകമായ ഈ തീരുമാനം കൈക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ജൂൺ 19 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരള രാഷ്ട്രീയ അങ്കക്കളത്തിൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള ചൂടൻ ചർച്ചകൾ ഉയരുകയായിരുന്നു. അതിന് ഒരവസാനം കുറിച്ചുകൊണ്ടാണ് KPCCയുടെ ഈ അന്തിമ തീരുമാനം വന്നത്. കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഇടതുമുന്നണി സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. LDFൻ്റെ ഈ ഭരണകാലത്ത് 900ഓളം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് LDF സർക്കാർ മുന്നോട്ട് വരുമ്പോഴും തങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്ന വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി തകർന്ന് തരിപ്പണമായ സാഹചര്യവും വെളിച്ചത്ത് വരുന്ന ഈ സാഹചര്യം LDFന് വൻ തിരിച്ചടിയാകുമെന്നതാണ് വിലയിരുത്തൽ. നിലമ്പൂർ മണ്ഡലം 1987 മുതൽ 2016 വരെ UDFനൊപ്പം നിന്നിരുന്നു. എന്നാൽ 2016 കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആ തിരഞ്ഞെടുപ്പിൽ PV അൻവർ സീറ്റ് LDFന് വേണ്ടി നേടുകയായിരുന്നു. 2021 മണ്ഡലം LDFനൊപ്പം നിന്നു. ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴും ഇടത് MLA ആയിരുന്ന PV അൻവർ പിണറായി വിജയനെയും LDF സർക്കാരിനെയും ലക്ഷ്യം വെച്ച് തൊടുത്തുവിട്ട വിവാദങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി അൻവർ നിലമ്പൂരിനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് കോൺഗ്രസിന് ഒപ്പം ചേരാൻ കരുക്കൾ നീക്കിയ അൻവറിനെ പക്ഷേ കോൺഗ്രസ് അല്പം അകറ്റി തന്നെയാണ് നിർത്തി ചർച്ച നടത്തിയിരുന്നത്. അടിക്കടി നിലപാടുകൾ മാറ്റുന്ന അൻവറിനെ കോൺഗ്രസിൻ്റെ ഭാഗമാക്കുന്നതിൽ വൻ എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു. ഇതിനിടയിൽ അൻവർ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് അംഗീകരിച്ചാൽ അത് PV അൻവറിന് വിധേയപ്പെടും എന്നതുകൊണ്ടും ഒരു പ്രധാനപ്പെട്ട മുന്നണിയായ UDF അൻവറിനെ പോലെയുള്ള ഒരാൾക്ക് വിധേയപ്പെടേണ്ട എന്ന തീരുമാനത്തിലും കോൺഗ്രസും ഘടകകക്ഷികളും എത്തുകയായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നത് യാഥാർത്ഥ്യമാണ്. നിലവിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ മൊത്തം വോട്ടർമാരുടെ എണ്ണം 2,32,384 ആണ്. 1,13,486 പുരുഷ വോട്ടർമാരും 1,18,889 സ്ത്രീ വോട്ടർമാരും 9 ട്രാൻസ്ജെൻഡേഴ്സും ആണുള്ളത്. പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 263 വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. 59 പോളിംഗ് സ്റ്റേഷനുകൾ കൂടി പുതുതായി ആരംഭിച്ചു. 1000 പുരുഷന്മാർക്ക് 1048 സ്ത്രീകൾ എന്നതാണ് സ്ത്രീ പുരുഷ അനുപാതം. ഒരു നഗരസഭയും അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് തുടങ്ങി 7 പഞ്ചായത്തുകളും അടങ്ങുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ മുസ്ലിം ഭൂരിപക്ഷമാണ് എങ്കിലും മറ്റ് സമുദായങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന മണ്ഡലം കൂടിയാണ്. ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായ ഒരു വലിയ മുന്നേറ്റം UDFന് ഇവിടെ കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് യാഥാർത്ഥ്യം. അൻവർ എന്നത് ഒരു ഘടകമേ അല്ല എന്ന നിഗമനത്തിൽ എത്തി UDF മത്സര രംഗത്തേക്ക് ആര്യാടൻ ഷൗക്കത്തിനെ മുന്നിൽ നിർത്തുമ്പോൾ അത് UDFൻ്റെ ഒരു നേട്ടം തന്നെയാവും. അതിൽ യാതൊരു സംശയവും വേണ്ട. പൂർണ്ണമായും UDFൻ്റെ വിജയം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത്. രാഷ്ട്രീയ കേരളത്തിലെ എല്ലാ കണ്ണുകളും ഇപ്പോൾ ഇനി നിലമ്പൂരിലേക്ക് മാറുമ്പോൾ കാത്തിരിക്കുന്നത് LDFൻ്റെ സ്ഥാനാർത്ഥിയെയും BJP NDA അവിടെ ആരെ നിർത്തും എന്നുള്ളതുമാണ്. അങ്കത്തട്ടിൽ ഇനിയൊരു പോരാട്ടത്തിനായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.